സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതിയുമായി നടി ഹണി റോസ്. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ പിറകെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അധിക്ഷേപം ആവർത്തിച്ചാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും താരം മാതൃഭൂമി ന്യൂസിനോട്. പേര് പരാമർശിച്ചില്ല എങ്കിലും അധിക്ഷേപം നടത്തുന്ന വ്യക്തിയെ ആളുകൾക്ക് അറിയാമെന്നും വിവാദമുണ്ടാക്കാൻ താല്പര്യമില്ല എന്നും ഹണി റോസ് പറഞ്ഞു. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഇപ്പം നമ്മൾ അതിനെ പറ്റി ഡെഫിനറ്റ്ലി ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇത് നമ്മുടെ പേരിലേക്ക് ഡ്രാഗ് ചെയ്യുകയും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് ഈ വ്യക്തിയിൽ നിന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഡിസിഷൻ. എന്തൊക്കെ പറഞ്ഞാലും വ്യക്തി ആരാണെന്നുള്ളത് താങ്കൾ പോസ്റ്റുകളിലൊന്നും പരാമർശിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു അത് ആളുകൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ്. അപ്പം പേര് പരാമർശിച്ചില്ലെങ്കിലും ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്, ഇൻസിഡന്റും കാര്യങ്ങളും. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അപ്പൊ അത് ഇങ്ങനെ തന്നെ പോവാം എന്നുള്ളത് ഒരു പേഴ്സണൽ ഒരു ഡിസിഷന്റെ ഭാഗമാണ്. എനിക്ക് അനാവശ്യമായ ഒരു വിവാദത്തിലേക്കോ ഒരു ഡ്രാമയൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പൊതുവെ ഞാൻ ഇതുവരെയും എനിക്ക് താല്പര്യമുള്ള ഒരാളല്ല. ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാനാ. പക്ഷെ ഇത് നമ്മളെ എന്താ പറയാ, നമുക്ക് അത്രയും എനിക്കും എന്റെ ഫാമിലിക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രതികരിക്കണം, ഇല്ലെങ്കിൽ അതൊരു ഒരു 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 മോശം മെസ്സേജ് ആയിരിക്കും സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിലേക്ക് വന്നത്. പലതവണ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഈ ഒരു മോശം കമന്റുകൾ പരാമർശങ്ങൾ വന്നതിന്റെ പേരിലാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് പറയാനുള്ളൂ, വേറൊന്നുമില്ല. എനിക്ക് എന്തിന്റെ കേടായിരുന്നു.